നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ ക്ലോറൈഡ്സ് ഫ്രം ആൽക്കഹോൾ തയനൈൽ ക്ലോറൈഡ് ഈസ് പ്രിഫേർഡ്. ഗിവ് റീസൺ. അതായത് ആൽക്കഹോളിൽ നിന്ന് ആൽക്കലൈൽ ക്ലോറൈഡ് ഉണ്ടാക്കാൻ തയനൈൽ ക്ലോറൈഡാണ് ഉപയോഗിക്കുന്നത്. അതായത് SO-Cl2 ആണ് പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണ്? വെൻ തയനൈൽ ക്ലോറൈഡ് ഈസ് യൂസ് വി ഗെറ്റ് പ്യുവർ ആൽക്കൈൽ ക്ലോറൈഡ്സ് സിൻസ് ബൈ പ്രൊഡക്ട്സ് ആർ ഗ്യാസസ്. അതായത് അവിടെ ഉണ്ടാകുന്ന ഈ ആൽക്കഹോള് ഈ തയനൈൽ ക്ലോറൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്ട്സ് ഗ്യാസാണ്. മോർ ഓവർ അവിടെ ഉണ്ടാകുന്ന ആൽക്കൈൽ ക്ലോറൈഡ് എന്താണ്? പ്യുവറാണ്. അപ്പോൾ ഇതാണ് എന്ത് തയനൈൽ ക്ലോറൈഡ് യൂസ് ചെയ്യാൻ കാരണം. ഇനി അടുത്തത് റൈറ്റ് ടു എക്സാമ്പിൾസ് ഓഫ് ആംബിഡൻ ന്യൂക്ലിയോഫൈൽസ്. ആംബിഡൻ ന്യൂക്ലിയോഫൈൽസിന് 2 എക്സാമ്പിളാണ് CN- അതുപോലെ NO2-. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്താ വെച്ചാൽ ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്ന് വിളിക്കുക. ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ്. അതിന് നമ്മൾ ജനറൽ റെപ്രസെൻറ്റ് ചെയ്യുക RMgX എന്നാണ്. RMgX. അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം. ഇറ്റ് ഈസ് നെസസറി ടു അവോയ്ഡ് ഈവൻ ട്രേസസ് ഓഫ് മോയ്സ്ചർ ഫ്രം എ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. വൈ? അതായത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ നിന്ന് ഈ മോയ്സ്ചർ കളയുന്നത് വരെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ? ദിസ് ഈസ് ബിക്കോസ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് റിയാക്ട് വിത്ത് മോയ്സ്ചർ ആൻഡ് ഫോം ഹൈഡ്രോ കാർബൺ. അതായത് ഈ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് മോയ്സ്ചറായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹൈഡ്രോ കാർബൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത് മോയ്സ്ചർ റിമൂവ് ചെയ്യേണ്ടത് നെസസറി ആണെന്ന് പറയാൻ കാരണം. ഇനി അടുത്തത് റൈറ്റ് എ സ്യൂട്ടബിൾ മെത്തേഡ് ടു കൺവേർട്ട് CH3CH2Br ടു CH3CH2I. അതായത് CH3CH2Brനെ CH3CH2I ആക്കാൻ വേണ്ട ഒരു സ്യൂട്ടബിൾ മെത്തേഡാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് എന്ത്? ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറയാം. ഫിങ്കൽസ്റ്റീൻ റിയാക്ഷൻ. അതായത് ഈ CH3CH2Brനെ നമ്മൾ സോഡിയം അയഡൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും ഡ്രൈ അസറ്റോൺ മീഡിയത്തിൽ. അപ്പോൾ നമുക്ക് CH3CH2I എന്നുള്ള കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ റിയാക്ഷൻ താഴെ കാണാം. CH3CH2Br പ്ലസ് NaI gives CH3CH2I in presence of dry acetone. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സ്വാർട്സ് റിയാക്ഷൻ എന്താണ്, അതുപോലെ സാൻഡ്മേഴ്സ് റിയാക്ഷൻ എന്താണ്, വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്താണ്, ഫിറ്റിക് റിയാക്ഷൻ എന്താണ്, വുഡ്സ് റിയാക്ഷൻ എന്താണെന്നൊക്കെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഇവിടെ ഫസ്റ്റ് തന്നിട്ടുള്ളത് ഏതാണ്? സ്വാർട്സ് റിയാക്ഷനാണ് ഫസ്റ്റ് തന്നിട്ടുള്ളത്. സ്വാർട്സ് റിയാക്ഷൻ എന്താ? ആൽക്കൈൽ ക്ലോറൈഡ്സ് ഓർ അയഡൈഡ്സ് റിയാക്ട് വിത്ത് AgF to form ആൽക്കൈൽ ഫ്ലൂറൈഡ്സ്. ഇവിടെ ഈ RCl കണ്ടോ? ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ആൽക്കൈൽ ക്ലോറൈഡ്സ് എന്ന് വിളിക്കുക. ആൽക്കൈൽ ക്ലോറൈഡ്സ് ഏതുമായിട്ട് റിയാക്ട് ചെയ്യും? സിൽവർ ഫ്ലൂറൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽക്കൈൽ ഫ്ലൂറൈഡ് കിട്ടും. അതാണ് RF എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ആൽക്കൈൽ ക്ലോറൈഡ്സോ അല്ലെങ്കിൽ ആൽക്കൈൽ അയഡൈഡ്സോ സിൽവർ ഫ്ലൂറൈഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കൈൽ ഫ്ലൂറൈഡ്സ് കിട്ടും. ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? സ്വാർട്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നെക്സ്റ്റ് റിയാക്ഷൻ ഏതാണ്? സാൻഡ്മേഴ്സ് റിയാക്ഷൻ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് വെൻ ട്രീറ്റഡ് വിത്ത് കുപ്രസ് ക്ലോറൈഡ് ആൻഡ് ഡൈല്യൂട്ട് HCl വി ഗെറ്റ് ക്ലോറോബെൻസീൻ. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ നമ്മൾ ക്ലോറോബെൻസീൻ ആക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? സാൻഡ്മേഴ്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് എന്ത്? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് N2Cl-. അതിനെ നമ്മൾ ഏതിൻ്റെയൊക്കെ പ്രസൻസിൽ? Cu2Cl2ൻ്റെ പ്രസൻസിലും HClൻ്റെ പ്രസൻസിലും ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്ലോറോബെൻസീൻ കിട്ടും. അപ്പോൾ ഈ റിയാക്ഷനെ നമ്മൾ എന്ത് വിളിക്കുക? സാൻഡ്മേഴ്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് വെൻ ട്രീറ്റഡ് വിത്ത് കുപ്രസ് ക്ലോറൈഡ് ആൻഡ് ഡൈല്യൂട്ട് HCl വി ഗെറ്റ് ക്ലോറോബെൻസീൻ. നെക്സ്റ്റ് റിയാക്ഷൻ ഏതാണ്? വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. എ മിക്സർ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് അറൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ഡ്രൈ ഈതർ ടു ഗിവ് ആൽക്കൈൽ അരീൻ. അതായത് ആൽക്കൈൽ ഹാലൈഡിൻ്റെയും അറൈൽ ഹാലൈഡും മെറ്റാലിക് സോഡിയം ആയിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽക്കൈൽ അരീൻ കിട്ടും. ഈ ഇവിടെ ആൽക്കൈൽ അരീൻ എന്ന് പറയുന്നത് ഏതാണ്? ടൊളൂയിനാണ്. ടൊളൂയിൻ പ്ലസ് NaCl. നെക്സ്റ്റ് നമുക്ക് ഫിറ്റിക് റിയാക്ഷൻ എന്ന് നോക്കാം. അറൈൽ ഹാലൈഡ്സ് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ഡ്രൈ ഈതർ ടു ഗിവ് ഡൈ അറൈൽ. ഇതാണ് ഒരു അറൈൽ ഹാലൈഡിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതെന്തായിട്ട് റിയാക്ട് ചെയ്യും? മെറ്റാലിക് സോഡിയം ആയിട്ട് ഈതറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡൈ അറൈൽ എന്നുള്ളൊരു കോമ്പൗണ്ട് കിട്ടും. ജനറലാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഡൈ അറൈൽ പ്ലസ് 2NaX എന്നുള്ള കോമ്പൗണ്ട് കിട്ടും. ഇതാണ് എന്ത്? ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏതാണ്? വുഡ്സ് റിയാക്ഷൻ.
ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ ഡ്രൈ ഈതർ ടു ഫോം ആൽക്കെയിൻ. അതായത് ഇവിടെ കണ്ടോ, ഈതൽ ക്ലോറൈഡ് എന്നുള്ള ആൽക്കൈൽ, അതൊരു ആൽക്കൈൽ ഹാലൈഡാണ്. ഈതൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതൊരു ആൽക്കൈൽ ഹാലൈഡാണ്. എന്തിൻ്റെ പ്രസൻസിൽ? ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽക്കെയിൻ കിട്ടും. ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ട്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാ കിട്ടിയത്? ബ്യൂട്ടേൻ എന്നുള്ളത് കിട്ടി. ബ്യൂട്ടേൻ എന്നുള്ള ഒരു കോമ്പൗണ്ട് കിട്ടി പ്ലസ് NaCl. അതായത് ആൽക്കൈൽ ഹാലൈഡ് മെറ്റാലിക് സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഡ്രൈ ഈതർ ഫോം ചെയ്യും. ഇൻ ഡ്രൈ ഈതർ ഫോം ആൽക്കെയിൻ ഫോം ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? വുഡ്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? വിച്ച് ഈസ് എ മേജർ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ദ ബീറ്റ എലിമിനേഷൻ ഓഫ് 2-bromopentane. അതായത് ബീറ്റ എലിമിനേഷൻ 2-bromopentane നടക്കുമ്പോൾ ഉണ്ടാകുന്ന മേജർ പ്രൊഡക്റ്റ് ഏതാണ്? അത് Pent2ene ആണ്. അവിടെ ഉണ്ടാകുന്ന റൂൾ ഏതാണ്? Zaitsev റൂൾ. നെക്സ്റ്റ്, റൈറ്റ് എനി 3 റീസൺസ് ഫോർ ദ ലെസ് റിയാക്ടിവിറ്റി ഓഫ് അറൈൽ ഹാലൈഡ്സ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതായത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ അറൈൽ ഹാലൈഡിൻ്റെ കുറഞ്ഞ റിയാക്ടിവിറ്റിക്ക് കാരണം എന്താണ് ചോദിച്ചുള്ളത്? അതേതാണ്? പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഓഫ് കാർബൺ ബോണ്ട് ഡ്യൂ ടു റെസൊണൻസ്. അതായത് റെസൊണൻസ്, സിംപ്ലി റെസൊണൻസ്, പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. പിന്നെ എന്താണ് ഉള്ളത്? റിപ്പൾഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോൺ റിച്ച് ബെൻസീൻ. ന്യൂക്ലിയോഫൈലും ഇലക്ട്രോൺ റിച്ച് ബെൻസീൻ റിങ്ങും തമ്മിലുള്ള റിപ്പൾഷൻ. പിന്നെ ഏതാ പറയുള്ളത്? ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റയോൺ. അപ്പോൾ 3 റീസൺസ് ഏതൊക്കെയാണ്? പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഓഫ് ദിസ് കാർബൺ halogen bond due to resonance, repulsion between nucleophile and electron rich benzene ring, instability of phenyl cation. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഹൗ വിൽ യു കൺവേർട്ട് ക്ലോറോബെൻസീൻ ടു ഫീനോൾ. ക്ലോറോബെൻസീനെ എങ്ങനെ ഫീനോൾ ആക്കാം? അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിത് എഴുതാം. എന്താണ്? ക്ലോറോബെൻസീൻ ട്രീറ്റഡ് വിത്ത് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ അറ്റ് 623 Kelvin ടെമ്പറേച്ചർ ആൻഡ് 300 atm പ്രഷർ ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ വി ഗെറ്റ് ഫീനോൾ. അതായത് ഇതാണ് എന്ത്? ക്ലോറോബെൻസീൻ എന്ന് പറയുന്നത്. അത് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിൽ 623 Kelvin ടെമ്പറേച്ചറിലും 300 atm പ്രഷറിലും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ എന്ത് അസിഡിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫീനോൾ കിട്ടും. ഇതാണ് എന്ത്? ക്ലോറോബെൻസീനെ ഫീനോൾ ആക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ക്ലോറോബെൻസീൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് എന്താ പറയുന്നത്? നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2 റിയാക്ഷൻ. SN1ഉം SN2 റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണാനുള്ളത്. അതിൽ ഫസ്റ്റ് SN1 റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു 2 സ്റ്റെപ്പ് റിയാക്ഷനാണ്. SN2 എന്ന് പറയുന്നത് 1 സ്റ്റെപ്പ് റിയാക്ഷനാണ്. SN1ൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1ഉം മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 1ഉം, SN2ൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2ഉം മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് 2ഉം. SN1ൽ എന്തുണ്ട്? ഇൻ്റർമീഡിയറ്റ് കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നുണ്ട്. SN2ൽ എന്തില്ല? ഇൻ്റർമീഡിയറ്റ് കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നില്ല. റിയാക്ഷൻ നടക്കുമ്പോൾ അത് ഒരു ഇൻ്റർമീഡിയറ്റ് കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നില്ല SN2ൽ. SN1ൽ എന്തുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. ഈ SN1ഉം SN2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, കൺവേർട്ട് ഈഥൈൽ ക്ലോറൈഡ് ടു ഈഥൈൽ സയനൈഡ്. അതിനെ ഈഥൈൽ ക്ലോറൈഡിനെ എങ്ങനെ ഈഥൈൽ സയനൈഡ് ആക്കാം? അതായത് ഈഥൈൽ ക്ലോറൈഡിനെ KCN ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈഥൈൽ സയനൈഡ് കിട്ടും. അതാണ് ഈ CH3CHCl എന്ന് പറയുന്നതാണ് ഈഥൈൽ ക്ലോറൈഡ്. അത് KCN ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് CH3CN ഈഥൈൽ സയനൈഡ് കിട്ടും. ഈ ക്ലോറോഫോം ഈസ് സ്റ്റോർഡ് ഇൻ ക്ലോസ്ഡ് ഡാർക്ക് കളർഡ് ബോട്ടിൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് അപ്പ് ടു ദ നെക്ക്. ഗിവ് റീസൺ. അതായത് ഈ ക്ലോറോഫോം സ്റ്റോർ ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു ബോട്ടിലാണ് വിചാരിച്ചോളൂ. ഇതിൻ്റെ ഈ അടപ്പ് വരെ, ഇവിടെ ഈ അടപ്പ് ഭാഗം വരെ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ഫില്ലാക്കിയിട്ടാണ് ക്ലോറോഫോമിനെ നമ്മൾ സ്റ്റോർ ചെയ്യുക. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ടു അവോയ്ഡ് ഓക്സിഡേഷൻ ഓഫ് ക്ലോറോഫോം ടു ഫോം പോയിസണസ് കോമ്പൗണ്ട് ഫോസ്ജീൻ. അതായത് ഈ ബോട്ടിലിനൊക്കെ വരെ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആ ചെറിയ സ്പേസിൽ എന്തുണ്ട്? ഒരു ഓക്സിഡേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ക്ലോറോഫോം എന്നുള്ളത് ഫോസ്ജീൻ എന്നുള്ള ഒരു പോയിസണസ് ഗ്യാസായിട്ട് മാറും. അപ്പോൾ അത് തടയാനാണ് നമ്മൾ ഡാർക്കും ക്ലോസ്ഡും അതുപോലെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ബോട്ടിൽസിലൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത ചോദ്യം എന്താ? നെയ്മഡ് പോളി ഹാലജൻ കോമ്പൗണ്ട്. ഇൻസെക്ടിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പോളി ഹാലജൻ കോമ്പൗണ്ട് എന്ന് ചോദിച്ചാൽ DDT. ഇനി അടുത്തത് എന്താണ്? എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ്. ഇനാൻഷ്യോമേഴ്സ്, റെസിമൈസ് മിക്സ്ചർ, റെസിമൈസേഷൻ. ഇനാൻഷ്യോമേഴ്സ് എന്താ?
സ്റ്റീരിയോ ഐസോമേഴ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ആസ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. ഇവരെന്താണ്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജസ് പോലെയാണ് ഇനാൻഷിയോമേഴ്സ് എന്ന് പറയുന്നത്. റെസിമൈസ് മിക്സ്ചർ എന്താണ്? ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് ഡി ആൻഡ് ഐ ഫോം ഓഫ് എ കോമ്പൗണ്ട്. ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡി ആൻഡ് ഐ കോമ്പൗണ്ടിന് നമ്മൾ എന്ത് പറയുക? റെസിമൈസ് മിക്സ്ചർ എന്ന് പറയാം. റെസിമൈസേഷൻ എന്താണ്? ഇനാൻഷിയോമറിനെ റെസിമൈസ് മിക്സ്ചർ ആക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുക? റെസിമൈസേഷൻ എന്ന് വിളിക്കുക. ഇനി അടുത്തത് വാട്ടർ ഫ്രിയോൺസ്. എന്താണ് ഫ്രിയോൺ? നമുക്ക് CCl4 എങ്ങനെ ക്ലോറോഫ്ലൂറോ കാർബണിന് എങ്ങനെ ഫ്രിയോൺ ഉണ്ടാക്കാം? ഫ്രിയോൺ ക്ലോറോഫ്ലൂറോ കോമ്പൗണ്ട്സ് ഓഫ് മീഥേൻ ആൻഡ് ഈഥേൻ ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഫ്രിയോൺസ്. അതായത് മീഥേൻ്റെയും ഈഥേൻ്റെയും ക്ലോറോഫ്ലൂറോ കാർബൺ കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുക? ഫ്രിയോൺ എന്ന് വിളിക്കുക. ഫ്രിയോൺ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? നമ്മൾ CCl4 ആയിട്ട് സ്വാട്സ് റിയാക്ഷൻ നടത്തുമ്പോഴാണ് നമുക്ക് ഫ്രിയോണിനെ കിട്ടുക. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ്, മോയ്സ്ചർ ഷുഡ് ബി അവോയ്ഡഡ് ഡ്യൂറിങ് പ്രിപ്പറേഷൻ ഓഫ് ഗ്രിഗ്നാൻഡിയേഷൻ. നമ്മളിത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. അതായത് ഗ്രിഗ്നാൻഡ് റിയേജൻറ്റിൽ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് മോയ്സ്ചർ ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ റീസൺ എന്താണ്? അവിടെ അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോ കാർബൺ പോലത്തെ കോമ്പൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് തടയാനാണ് മോയ്സ്ചർ അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്.